പോലീസിനെയും ആഭ്യന്തരമന്ത്രിയെയും വെല്ലുവിളിച്ച സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി അർജുൻ ആയങ്കിക്കായി തൃശൂരിലും പരിശോധന. പോലീസിനെ വെട്ടിച്ച് അർജുൻ ആയങ്കി മറ്റൊരു വാഹനത്തിൽ രക്ഷപ്പെട്ടു. അർജുൻ ആയങ്കിയുടെ സഹോദരനെ കസ്റ്റഡിയിലെടുത്തു. കൂടുതൽ വിവരങ്ങളുമായി ഫിന്നി ലൂയിസ് ചേരുന്നു. ഫിന്നി, എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? ബൈജു, ഇന്ന് വൈകിട്ട് 5:30യോടെയാണ് തൃശൂരിൽ തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെയും ACP TR രാജേഷിന്റെയും നേതൃത്വത്തിൽ നഗരത്തെ കേന്ദ്രീകരിച്ച് വ്യാപക പരിശോധന നടത്തിയത്. കുറ്റിപ്പുറത്ത് നിന്ന് വിവിധ വാഹനങ്ങളായി അർജുൻ ആയങ്കി തൃശൂർ നഗരത്തിലേക്ക് എത്തിയതായി പോലീസിന് വിവരം ലഭിച്ചതിനെ തുടർന്നായിരുന്നു വ്യാപക പരിശോധന നടത്തിയത്. വിവിധ വാഹനങ്ങൾ 5-6 വാഹനങ്ങളുടെ നമ്പറുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ തൃശൂർ വടക്കനാഥ ക്ഷേത്ര മൈതാനി പരിസരത്ത് നിന്ന് അർജുൻ ആയങ്കി സഞ്ചരിച്ചെന്ന് കരുതുന്ന കാറ് കസ്റ്റഡിയിലെടുത്തു. ഈ കാറിൽ അർജുൻ ആയങ്കിയുടെ സഹോദരൻ അഖിൽ ഉണ്ടായിരുന്നു. അഖിലിനെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്ത് വിശദമായി പോലീസ് ക്ലബിൽ വെച്ച് ചോദ്യം ചെയ്തു വരികയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലാണ് അർജുൻ ആയങ്കി സ്വർണ്ണക്കടത്ത് കവർച്ച കേസ് പ്രതിയായ അർജുൻ ആയങ്കി നിരവധി സമൂഹ മാധ്യമങ്ങൾ വഴിയെ പോലീസിനെയും അതുപോലെ തന്നെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും വെല്ലുവിളിച്ചത്. ഈ വെല്ലുവിളിയെ തുടർന്ന് തന്നെ കഴിഞ്ഞ ദിവസം ഇന്നലെയുമായി ആഭ്യന്തരമന്ത്രി പറഞ്ഞിരുന്നു പോലീസിനെയും തന്നെ വെല്ലുവിളിച്ച ആള് ഇനി കാണാം എന്നുമായിരുന്നു ആഭ്യന്തരമന്ത്രി പറഞ്ഞിരുന്നത്. ഇതേ തുടർന്ന് മൂവാറ്റുപുഴ DYSPയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം രൂപീകരിച്ച് അന്വേഷണം നടക്കുന്നതിനിടെയാണ് അർജുൻ ആയങ്കിയുടെ സഹോദരൻ ഇപ്പോൾ തൃശൂരിൽ പിടിയിലായിരിക്കുന്നത്. ഇദ്ദേഹത്തെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നു. അതേസമയം അർജുൻ ആയങ്കി മറ്റൊരു വാഹനത്തിൽ രക്ഷപ്പെട്ടു. ഇതിന്റെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പോലീസ് അന്വേഷണം നടക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് തന്നെ അർജുൻ ആയങ്കി സഞ്ചരിച്ചിരുന്ന കാറിന്റെ ചില ദൃശ്യങ്ങളും പാലിക്കര ടോൾ പ്ലാസ ഭാഗത്ത് നിന്ന് പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇത് ഏത് ദിവസമാണ് പോയെന്നുള്ളത് സ്ഥിരീകരിക്കാനുണ്ട്. ഇന്ന് വൈകിട്ട് ഉച്ച മുതൽ തന്നെ പോലീസിന് തൃശൂർ ഭാഗത്തേക്ക് അർജുൻ ആയങ്കി വരുന്നുണ്ടെന്ന് വിവരം ലഭിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് കുറ്റിപ്പുറം മുതൽ തന്നെ പോലീസ് സംഘം അർജുൻ ആയങ്കിയുടെ കാറുകൾ പോലീസിന് ലഭിച്ച വിവിധ നമ്പറുകൾ കേന്ദ്രീകരിച്ചുള്ള കാറുകൾ കാറുകൾ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തി വരികയെന്നു. ഈയിടെയാണ് ഇതേ തുടർന്നാണ് അമല വഴി പൂവന്നത്തെത്തിയ അർജുൻ ആയങ്കി സഞ്ചരിച്ചിരുന്ന കാർ നേരെ ഓടിച്ച് നായ്ക്കനാൽ പരിസരത്ത് നിന്ന് വെച്ച് വടക്കുന്നാഥ ക്ഷേത്രമതിലേക്ക് കയറിയതായി വിവരം ലഭിച്ചു. ഇതിനിടെ അർജുൻ ആയങ്കി താൻ ക്ഷേത്ര മൈതാനിയിൽ ഇരിക്കുന്നുവെന്ന് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ഇടുകയും ചെയ്തതോടെയാണ് ACP കമ്മീഷണറുടെ നേതൃത്വത്തിൽ തെരച്ചിൽ നടത്തി. ഈ തെരച്ചിലാണ് അർജുൻ ആയങ്കിയുടെ സഹോദരൻ ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. സഹോദരനെ ഇപ്പോൾ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരുന്നു. ശരി, ഫിന്നി ലൂയിസാണ് വിവരങ്ങൾ നൽകിയത്.